ചൈന, ജപ്പാൻ, റഷ്യ, ഓസ്ട്രേലിയ, ലണ്ടൻ തുടങ്ങിയ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വിവാഹം കഴിച്ചു വരുന്ന ആളുകളെയൊക്കെ അവർ സോഷ്യൽ മീഡിയയിൽ വളരെ ഹാപ്പി ആയിട്ടുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇടുന്നുണ്ട്. കെ പോപ്പ് സീരീസൊക്കെ കണ്ടു തുടങ്ങിയതിന് ശേഷം നമ്മുടെ നാട്ടിലെ പെൺകുട്ടികളും ആഗ്രഹിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഈ കൊറിയക്കാരായിട്ടുള്ള പയ്യന്മാർ എന്തൊരു രസമാണ് കാണാൻ, അതുപോലൊരാളെ വിവാഹം കഴിക്കണം എന്നൊക്കെ പറഞ്ഞ് മലയാളിയുടെ വിവാഹ സങ്കല്പങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്ക് നീളുകയാണ്. പക്ഷേ അതിനകത്ത് കുറച്ച് ശ്രദ്ധിക്കേണ്ട, ചിന്തിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. പക്ഷേ വിദേശവും വിവാഹവും തമ്മിൽ ചേരുമ്പോൾ മലയാളിക്ക് ആദ്യം ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ടായിരുന്നൊരു കോമ്പിനേഷൻ ഉണ്ട്. വിദേശത്ത് ജോലി കിട്ടിയ പയ്യന് നാട്ടിൽ ഒരുപാട് ഡിമാൻഡ്. പ്രവാസികളുടെ കാര്യമാണ് പറഞ്ഞു വരുന്നത്. അതിലിപ്പോൾ കുറേ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ പ്രവാസികൾ തന്നെയാണ് ഇന്നും നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക സുരക്ഷയുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത്. അങ്ങനെയുള്ള പ്രവാസികൾക്ക് വളരെയധികം ഉപകാരപ്രദമാവുന്ന ഒരു കാര്യമാണ് നമുക്ക് ആദ്യമേ സൂചിപ്പിക്കാനുള്ളത്. എന്നിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വരാം. പ്രവാസികൾ ജോലി ചെയ്യുന്നത് വിദേശ രാജ്യത്താണെങ്കിലും അവരുടെ പ്രായമായ രക്ഷിതാക്കൾ ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ മിക്കവാറും കേരളത്തിൽ തന്നെ ആയിരിക്കും. പ്രായമുള്ള പേരൻസ് ആകുമ്പോൾ സ്വാഭാവികമായും അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് വരാനും ആശുപത്രിയുമായിട്ട് ബന്ധപ്പെട്ട് ചിലവുകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവുകയും ഹോസ്പിറ്റലൈസ്ഡ് ആവുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുകയും ചെയ്യുമ്പോൾ പണത്തിനേക്കാൾ കൂടുതൽ ടെൻഷൻ എടുപ്പിക്കുന്ന മറ്റൊരു കാര്യമാണ് അങ്ങനൊരു സിറ്റുവേഷനിൽ നമ്മൾ നാട്ടിലില്ലല്ലോ എല്ലാം നോക്കിയും കണ്ടും ചെയ്യാൻ എന്ന് പറയുന്നൊരു ചിന്ത. മാത്രമല്ല, നമ്മൾ അടുത്തില്ലാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവരനുഭവിക്കുകയും ചെയ്യും. പക്ഷേ ഈ പ്രശ്നം നാട്ടിൽ നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് മറികടക്കാവുന്നതേ ഉള്ളൂ. നാട്ടിലെ ഹോസ്പിറ്റൽ ബില്ല് കമ്പനി അടയ്ക്കും. അതുപോലെ പേരൻസിന് വേണ്ടി അവരുടെ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങൾ മോണിറ്റർ ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനുമായിട്ട് ഒരു ഹെൽത്ത് മാനേജറെ കൂടി അവർ അസൈൻ ചെയ്യും. അപ്പോൾ പിന്നെ ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന സമയത്ത് പെട്ടെന്ന് ലീവ് എടുത്ത് നാട്ടിലേക്ക് ഓടിപ്പിടിച്ച് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടാവില്ല. ഹോസ്പിറ്റലൈസേഷൻ മുതൽ മരുന്നുകൾ, ടെസ്റ്റുകൾ, ആരോഗ്യ ഇൻഷുറൻസിൻ്റെ ക്ലെയിമുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ അവർ നോക്കിക്കോളും. അത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പോളിസികൾ കാണണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ നാട്ടിൽ നിന്നും വിദേശത്തേക്കാൾ 40 മുതൽ 60% വരെ ചെലവ് കുറവിൽ ആരോഗ്യ ഇൻഷുറൻസ് എടുത്തു വെക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അപ്രതീക്ഷിതമായി പേരൻസിന് നാട്ടിൽ എന്തെങ്കിലും ഹെൽത്ത് എമർജൻസി വരികയാണെങ്കിൽ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ആപ്പിൽ SOS ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സഹായം ഉടനെ കിട്ടും. അപ്പോൾ നമുക്ക് നാട്ടിലുള്ള ഫാമിലിയുടെ ഹെൽത്ത്, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള ആവശ്യങ്ങൾ നമ്മൾ നാട്ടിലുള്ളതിനേക്കാൾ എഫിഷ്യൻ്റായി നടക്കുന്നു എന്നുള്ള കാര്യം ഉറപ്പുവരുത്താൻ പറ്റും. പിന്നെ സമയാസമയം പേരൻസിൻ്റെ ഹെൽത്ത് കണ്ടീഷനൊക്കെ ചോദിച്ചറിഞ്ഞിട്ട് അവർ നമ്മളെ അപ്ഡേറ്റ് ചെയ്യും. സോ പ്രവാസികൾക്ക് ഇത് വളരെയധികം ആശ്വാസം നൽകുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ പ്രവാസികൾ തീർച്ചയായും പേരൻസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആരോഗ്യ ഇൻഷുറൻസ് നിർബന്ധമായും എടുക്കണം. ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും ഉണ്ട്. ഇന്ന് തന്നെ ചെക്ക് ചെയ്യാം. ഇനി വിദേശികളെ വിവാഹം കഴിക്കുന്ന പരിപാടികളെ കുറിച്ച് പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് നമുക്കൊരു റീല് കാണാം. മലയാളിയായിട്ടുള്ള ഷാൻ ചൈനക്കാരിയായിട്ടുള്ള ഷെറിയ വിവാഹം കഴിച്ചു. അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷങ്ങളിൽ സെലക്ട് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ അവർ സോഷ്യൽ മീഡിയയിൽ ജനങ്ങളുമായിട്ട് പങ്കുവെക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ജനങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള ഒരു ചോദ്യത്തിന് ഷാൻ കൊടുത്തൊരു മറുപടിയുണ്ട്. അതാണ് നമ്മൾ ഈ റീലിൽ കാണുന്നത്. എന്റെ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ കമന്റ് വന്നേക്കുന്നത് ഞാൻ എങ്ങനെ ഇവിടെ വളച്ചു എന്നാണ്, അല്ലെങ്കിൽ എങ്ങനെ ഒരു ചൈനീസ് പെണ്ണിനെ എളുപ്പത്തിൽ വളയ്ക്കാം എന്നൊക്കെ പറഞ്ഞ് കുറേ കമന്റ്സ് വന്നിട്ടുണ്ട്. സോ അവർക്ക് എല്ലാവർക്കും വേണ്ടി ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യാൻ വിചാരിച്ചു. സോ ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് കുറച്ച് ടിപ്സ് ആണ്. അതുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ പെണ്ണുങ്ങളെ വളയ്ക്കാം. ഐ വാസ് ജസ്റ്റ് മേക്കിംഗ് എ വീഡിയോ. മേ ബി യു ക്യാൻ ഹെൽപ്പ് മീ ഇൻ ദിസ്. നമുക്ക് ഇവിടെ ഉണ്ടല്ലോ അവിടെ, അപ്പൊ നമുക്ക് ഞാൻ കാണിച്ചു തരാം. പറയേണ്ട ആവശ്യമില്ല, നേരിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഫസ്റ്റ് ആണ് ചെയ്യേണ്ടത് വിത്ത് യുവർ പെർമിഷൻ. ഇങ്ങനെയാണ് ഏറ്റവും എളുപ്പത്തിൽ വളയ്ക്കാൻ പറ്റുന്നത്. ഇങ്ങനെയോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സോ ഏറ്റവും എളുപ്പത്തിൽ വളയ്ക്കുന്നത് ഇങ്ങനെ. ഓക്കെ, ഇത് ചൈനീസ് പെണ്ണുങ്ങൾക്ക് മാത്രമല്ല, എല്ലാവർക്കും ബാധക. വളച്ച് ചാക്കിലാക്കാൻ എൻ്റെ മോനെ. ഈ പ്രണയവും വിവാഹമൊക്കെ വരുമ്പോൾ മലയാളികൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ് വളയ്ക്കുക, ചാക്കിലാക്കുക. അതിനൊക്കെ കൊടുക്കാവുന്ന ഒരു ഉഗ്രം മറുപടി തന്നെയായിരുന്നു ഈ വീഡിയോ. അതുപോലെ തന്നെ അവരെ കൊണ്ടൊരു കാര്യം ചെയ്യിപ്പിക്കാൻ പോവാണ്, അല്ലെങ്കിൽ അവരെ കൂടി വീഡിയോയിൽ ഉൾപ്പെടുത്തി ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് വിത്ത് യുവർ പെർമിഷൻ എന്നാ പറഞ്ഞ ആ ഒരു കാര്യമില്ലേ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്ന വിഷയം ചൈനയിൽ നിന്നും ജപ്പാനിൽ നിന്നും റഷ്യയിൽ നിന്നും ഒക്കെ വിവാഹം കഴിക്കുന്ന ഒരുപാട് മലയാളികളുണ്ട്. അതിൽ കുറേ ആളുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയ ഒക്കെ വളരെ വ്യാപകമായതുകൊണ്ട് അവരുടെ ലൈഫിലെ സന്തോഷകരമായ നിമിഷങ്ങളിൽ ചിലതൊക്കെ ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതുപോലെ ഒരുപാട് K-pop ഇപ്പോൾ സീരീസുകളായിട്ടാണെങ്കിലും ബാൻഡുകളായിട്ടാണെങ്കിലും അങ്ങനെ ഈ കൊറിയൻ കൾച്ചറിൻ്റെ ഇൻഫ്ലുവൻസും നമ്മുടെ നാട്ടിൽ വളരെയധികം കൂടിയിട്ടുണ്ട്. സ്വാഭാവികമായും വിവാഹം കഴിക്കുമ്പോൾ വിദേശ രാജ്യത്തു നിന്ന് കഴിക്കാം. ഇപ്പോൾ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാവരും പറയുന്നൊരു സ്റ്റേറ്റ്മെൻറ്റാണ്, നമ്മുടെ നാട്ടിൽ ആമ്പിള്ളേർക്ക് കല്യാണം കഴിക്കാൻ പെൺകുട്ടികളെ കിട്ടാനില്ല. വർഷങ്ങളോളം ഒരു കല്യാണം നടക്കാൻ വേണ്ടിയിട്ട് അലഞ്ഞിരിഞ്ഞൊക്കെ നടന്നു. ഇനിയൊരു വിദേശ രാജ്യത്തു നിന്ന് കല്യാണം കഴിക്കാം. ഇപ്പോൾ ഷാനോട് ചോദിച്ചതുപോലെ, ചൈനക്കാരൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ പേര്, ഷാനോടൊക്കെ ചോദിച്ചതുപോലെ എങ്ങനെ വിദേശത്തു നിന്നുള്ള ഒരു പെൺകുട്ടിയെ വളയ്ക്കാം, വിവാഹം കഴിക്കാം എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങളുമായിട്ട് ഒത്തിരി ആളുകൾ എത്തുന്നുണ്ട്. ഇതിനൊക്കെയുള്ള മറുപടിയിലേക്ക് കടക്കുന്നതിന് മുമ്പ്
കുറച്ച് കാര്യങ്ങൾ നമ്മളൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പോൾ ഷാൻ പറഞ്ഞ പോലെ ഒരാളോട് പെർമിഷൻ ചോദിച്ചിട്ട് വളയ്ക്കുക എന്നുള്ള രീതിയിൽ അങ്ങനെ നമുക്ക് വിവാഹത്തിലേക്ക് എത്താൻ പറ്റില്ലല്ലോ. നമ്മളിവിടെ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ടൊരു ചോദ്യമുണ്ട്. ഇപ്പോൾ വിദേശത്തുള്ള ഇന്നയാളെ നിങ്ങൾ എങ്ങനെ വിവാഹം കഴിച്ചു എന്ന് ഓരോ ആൾക്കാരോടും ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിലിപ്പോൾ ഷാനോട് ഞങ്ങൾ പേഴ്സണലി സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ മറ്റുള്ള ആളുകളുടെ ഇങ്ങനെയുള്ള കപ്പിൾസിൻ്റെ ഇൻ്റർവ്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കോമൺ ആയിട്ടുള്ളൊരു കാര്യം, ഇവരെല്ലാവരും കണ്ടുമുട്ടുന്നത് കല്യാണം കഴിക്കാൻ വേണ്ടിയല്ല. ഇവർ ജോലിയുടെ ഭാഗമായിട്ടോ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായിട്ടോ ഒന്നെങ്കിൽ ഇവിടെ നിന്ന് മറ്റ് നാടുകളിലേക്ക് സഞ്ചരിക്കുന്നു, അല്ലെങ്കിൽ അവരിങ്ങോട്ടേക്ക് വരുന്നു. ഇതൊന്നും അല്ലെങ്കിൽ ഇവർ രണ്ടുപേരും കൂടി മറ്റേതെങ്കിലും ഒരു മൂന്നാമതൊരു രാജ്യത്ത് വെച്ച് കണ്ടുമുട്ടുന്നു, പരിചയപ്പെടുന്നു. പക്ഷേ ആ പരിചയപ്പെടുന്ന സമയം കൊണ്ട് തന്നെ ഇവരുടെ കൾച്ചറിനെ കുറിച്ചിട്ട് ഒരു ബേസിക് ഐഡിയ ഉണ്ട്. ഇപ്പോൾ ഷാനോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം ജോലിക്ക് വേണ്ടി ചൈനയിൽ ചെന്നാണ്. അവിടെ ചെന്ന് അവിടെ ഒരു 8 വർഷത്തോളം ഉണ്ടായിരുന്നു. അവിടെയുള്ള ആളുകളുടെ കൾച്ചർ എന്താണെന്നുള്ളത് മനസ്സിലാക്കി, അവരുടെ ജീവിത രീതി മനസ്സിലാക്കി. ഈ മനസ്സിലാക്കി എന്ന് പറയുമ്പോൾ അതിനെ റെസ്പെക്റ്റ് ചെയ്യണം, ഉൾക്കൊള്ളണം, ഇങ്ങനെയുള്ള കുറച്ച് ഫാക്ടേഴ്സും കൂടെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആ നാടിൻ്റെ കൾച്ചറിനെയൊക്കെ മനസ്സിലാക്കിയ ശേഷം പിന്നീടാണ് ഇയാളെ പരിചയപ്പെടുന്നത്. അങ്ങനെ പരിചയപ്പെട്ട് പ്രണയത്തിലേക്ക് എത്തിയിട്ട് ഇത് വിവാഹത്തിലേക്ക് കൊണ്ടുപോകണോ വേണ്ടിയോ എന്നുള്ള ആലോചന പിന്നീടാണ് വരുന്നത്. അല്ലാതെ പെണ്ണ് കിട്ടാൻ വേണ്ടിയിട്ട് ഇവിടുന്ന് വണ്ടിയും വിളിച്ച് നേരെ ചൈനയ്ക്ക് പോയതല്ല. നേപ്പാളി പെൺകുട്ടിയെ വിവാഹം കഴിച്ച ആളോട് സംസാരിക്കുമ്പോഴും അവരും കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് കൂട്ടിമുട്ടിയ ആളുകളല്ല. അവിടെ പെണ്ണുണ്ടോ എന്ന് അന്വേഷിച്ചിട്ട് ആ നാട്ടിലേക്ക് പോയവരുമല്ല. ജോലിയുടെയോ വിദ്യാഭ്യാസത്തിൻ്റെയോ ഭാഗമായി സഞ്ചരിക്കുമ്പോൾ അല്ലെങ്കിൽ എവിടെയെങ്കിലും വെച്ച് കൂട്ടിമുട്ടുമ്പോൾ പരസ്പരം മനസ്സിലാക്കി ഇഷ്ടത്തിലേക്ക് എത്തി പിന്നീടാണ് അതൊരു വിവാഹമായിട്ട് മാറുന്നത്. സോ ഇവരുടെ ആദ്യത്തെ ലക്ഷ്യം കല്യാണം കഴിക്കാൻ ആളെ തപ്പുക എന്നുള്ളതായിരുന്നില്ല. 2, ഇവരുടെ എല്ലാവരുടെയും കോൺവെർസേഷൻസിൽ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ് കൾച്ചറൽ ഡിഫറൻസുകളെ ഫേസ് ചെയ്യേണ്ടി വന്നൊരു രീതി. ഇപ്പോൾ ഷാൻ്റെ കാര്യം മാത്രം എടുക്കാനാണെങ്കിൽ അദ്ദേഹം തന്നെ പറഞ്ഞത് വെച്ച് ലാംഗ്വേജ് ഒരു വലിയ കാര്യമാണ്, ആ നാട്ടിലെ രീതികളൊരു വലിയ വിഷയമാണ്, റിലിജിയൻ വിശ്വാസങ്ങൾ അത് വളരെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അവരൊരു പെർട്ടിക്കുലർ വിശ്വാസത്തിലാണ് വളരുന്നത്. ആ വിശ്വാസത്തിനെ അവർ ക്യാരി ചെയ്യുന്നത് അല്ലെങ്കിൽ അതിനെ എക്സ്പ്രസ് ചെയ്യുന്നത് വേറെ തന്നെ ഒരു തരത്തിലാണ്. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വിശ്വാസങ്ങളെ നമ്മൾ ആചാരമായി കൊണ്ടു നടക്കുന്ന മറ്റൊരു രീതിയിലാണ്. ഇതൊക്കെ തമ്മിലുണ്ടാവുന്ന ഒരു കൂടിക്കലറൽ ചിലപ്പോൾ അതൊരു ഫ്രിക്ഷൻ ആയിരിക്കും. അത് ആദ്യമേ മനസ്സിലാക്കി ഉൾക്കൊള്ളാൻ പറ്റണം. വസ്ത്രധാരണ രീതിയിലുണ്ടാവുന്ന വ്യത്യാസം, ആഹാര രീതിയിലുണ്ടാവുന്ന വ്യത്യാസം, അത് അതിഭീകരമായിട്ടുള്ളൊരു വ്യത്യാസമാണ്. നമ്മൾ മലയാളികളെ കുറിച്ച് മലയാളികൾ തന്നെ കളിയാക്കി പറയാറുള്ളൊരു കാര്യമാണ്, ലോകത്തിൻ്റെ ഏത് കോണിൽ ചെന്ന് കഴിഞ്ഞാലും ഇച്ചിരി കപ്പയും ചമ്മന്തിയും കിട്ടുമോ അല്ലെങ്കിൽ ചോറും ചമ്മന്തിയും കിട്ടുമോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ആളുകളാണ് മലയാളികളെന്ന്. അതായത് നമുക്ക് നമ്മുടെ ആഹാര രീതി അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മറ്റ് നാടുകളിൽ ജനിച്ചു വളർന്ന ആളുകൾക്ക് അവരുടെ ആഹാര രീതിയും ഇമ്പോർട്ടൻ്റ് ആണ്, അവരുടെ ജീവിത രീതി ഇമ്പോർട്ടൻ്റ് ആണ്, നമുക്കും അതെ. അപ്പോൾ ഈ പറയുന്ന ഡിഫറൻസുകളെ മനസ്സിലാക്കുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ഡിഫറൻസുകളെയൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മളൊരു ബന്ധത്തിലേക്ക് കടക്കണോ വേണ്ടിയോ ഒന്ന് തീരുമാനിക്കേണ്ടത്. ഇപ്പോൾ കുറേ സിനിമകളിലൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൊരു കാര്യമാണ്, ഒരുപാട് വ്യത്യാസങ്ങൾ ഞങ്ങൾക്കിടയിലുണ്ടായിരുന്നു, പക്ഷെ അതിനെല്ലാം മുകളിൽ എന്നോടുള്ള സ്നേഹം ഉണ്ടായിരുന്നു. ആക്ച്വലി അതിനെല്ലാം മുകളിൽ സ്നേഹം ഉണ്ടാവുക എന്നുള്ളതിനേക്കാൾ അതെല്ലാം നിലനിൽക്കുമ്പോഴും അതിനെയൊക്കെ ആക്സെപ്റ്റ് ചെയ്ത് റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് തന്നെ സ്നേഹത്തിനും നിലനിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ആ കൾച്ചറൽ ഡിഫറൻസുകളെ ഇവർ മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും റെസ്പെക്റ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് ഈ റിലേഷൻഷിപ്പിലേക്ക് വരുമ്പോൾ ഉള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഷാനോട് ചോദിക്കുമ്പോഴും എല്ലാവരുടെയും ഇൻ്റർവ്യൂസിലും കോമൺ ആയി വന്നിട്ടുള്ള ഒരു കാര്യം ലാംഗ്വേജ് എന്ന് പറയുന്ന ഒരു ബാരിയറാണ്. അത് വളരെ ബുദ്ധിമുട്ടേറിയ ഒരു കാര്യമാണ്. പക്ഷേ വേറെ വഴിയൊന്നുമില്ല, ആ ഭാഷ പഠിച്ചെടുത്തല്ലേ പറ്റുള്ളൂ. വിവാഹത്തിന് ശേഷം രണ്ടുപേർക്കിടയിൽ കമ്മ്യൂണിക്കേഷൻ നടക്കണമെങ്കിൽ നീ ഇങ്ങോട്ട് വരണം, നീ ഇവിടെ വരണം എന്ന് പറയുന്ന ഒരു രീതിയല്ലല്ലോ. നമ്മൾ അങ്ങോട്ടും പോകണം, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ടുള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ലാംഗ്വേജ് പഠിച്ചെടുക്കണം. പക്ഷേ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്ന്, നാനി ആൻഡ് സച്ചു എന്ന് പറയുന്ന കപ്പിളിൻ്റെ ഇടയിൽ അവിടെ ആ പെൺകുട്ടി പറഞ്ഞ വളരെ ഗംഭീരമായിട്ടുള്ളൊരു കാര്യം എനിക്ക് ഇഷ്ടപ്പെട്ടത്, ലാംഗ്വേജിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അവൻ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ അതിൽ ഒരുപാട് മിസ്റ്റേക്സ് വരുമായിരുന്നു. പക്ഷേ ഞാൻ കളിയാക്കിയിട്ടില്ല, ഞാനത് തിരുത്തി കൊടുക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ അവൻ വളരെ ഫ്ലുവൻ്റായിട്ട് സംസാരിക്കുന്നു. ആ കളിയാക്കില്ല എന്ന് പറയുന്നൊരു കാര്യമില്ലേ, ഒരു ഭാഷ തെറ്റായിട്ട് ഒരാൾ ഉച്ചരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ വളരെ ലൈറ്റായിട്ടുള്ളൊരു കളിയാക്കൽ ഉണ്ടാവുമായിരിക്കും. പക്ഷെ അതിനപ്പുറത്തേക്ക് അയാൾക്ക് നമ്മൾ തിരുത്തി കൊടുക്കുകയാണ് വേണ്ടത്. അയാൾ പഠിക്കുകയാണ്, പഠിച്ചു വരികയാണെന്ന് പറയുന്ന ഒരു തിരിച്ചറിവാണ് ഉണ്ടാവേണ്ടത്. അത് ഭാഷയുടെ കാര്യത്തിൽ മാത്രമല്ല, ഭാഷ ഒരു തുടക്കം മാത്രമാണ്. കൾച്ചറലിയും ഡ്രസ്സിങ്ങിൻ്റെയും അതുപോലെ ആചാരങ്ങളുടെയും രീതികളുടെ ഒക്കെ ഭാഗമായിട്ടുള്ള ഡിഫറൻസുകളുണ്ട്. ഇത് ഒരാൾ മറ്റേയാൾ ചെയ്യുന്നത് പഠിക്കുകയാണ് അല്ലെങ്കിൽ മനസ്സിലാക്കി വരികയാണ്. അപ്പോൾ തുടക്കത്തിൽ ഒരുപാട് കളിയാക്കപ്പെടേണ്ടെന്ന് നമ്മൾ സിനിമകളിലൊക്കെ കണ്ട് മലയാളി ശീലിച്ച് വെച്ചിരിക്കുന്ന പുച്ഛിക്കേണ്ട കളിയാക്കേണ്ട സാധനങ്ങളുണ്ടാവും. പക്ഷേ അതൊക്കെ ഒരു ബിഗിനിങ് സ്റ്റേജിലെ മിസ്റ്റേക്കുകളാണ്. ആ മിസ്റ്റേക്കുകളെ കളിയാക്കുന്നതിന് പകരം തിരുത്തി കൊടുക്കുക, ഒരുമിച്ച് മനസ്സിലാക്കി മുന്നോട്ട് വരിക എന്ന് പറയുന്ന ഒരു തിരിച്ചറിവ് ഈ കപ്പിൾസിൽ, എന്ന് വെച്ചാൽ വിദേശത്തു നിന്നാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും കല്യാണം കഴിക്കുന്ന ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആളുകൾക്കിടയിൽ പ്രശ്നങ്ങളും ഉണ്ടാവും, സന്തോഷകരമായ നിമിഷങ്ങളും ഉണ്ടാവും. ആ സന്തോഷകരമായ നിമിഷങ്ങൾ നമ്മളോട് പങ്കുവെക്കുന്ന ആൾക്കാരുടെ ഇടയിൽ അവരുടെ സന്തോഷത്തിന് കാരണമായി അവർ പറയുന്നൊരു കാര്യം,
പരസ്പരം മനസ്സിലാക്കി തിരുത്തി മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ്. സോ ഇവരുടെ ഇടയിൽ നമുക്ക് കോമൺ ആയിട്ട് കണ്ടെത്താൻ പറ്റുന്ന ഒരു കാര്യം വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള ആളുകളാണ്. പ്രോഗ്രസീവ് ആയിട്ട് ആശയങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റുന്ന ആളുകളും അവരുടെ കുടുംബാംഗങ്ങളും, ഇവരിൽ ഓരോരുത്തരുടെയും കുടുംബാംഗങ്ങൾ വളരെ സപ്പോർട്ടീവ് ആയിരുന്നു എന്ന് പറയുമ്പോൾ അവർ ചിലപ്പോൾ ചാടിക്കേറി എന്നാൽ പിന്നെ നീ ഒരു ഇന്ത്യക്കാരനെ കല്യാണം കഴിച്ചോ എന്ന് ചൈനയിലുള്ള ആളോ ജപ്പാനിലുള്ള ആളോ ഇവൻ റഷ്യയിലോ ഓസ്ട്രേലിയയിലുള്ള ആളൊന്നും പറഞ്ഞു എന്ന് വരില്ല. പക്ഷേ ഗ്രാജുവലി ഇതിനെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ഒക്കെ പറ്റുന്ന കുടുംബങ്ങളിൽ നിന്ന് വരുന്ന, അങ്ങനെ സ്വയം മാറാൻ കഴിയുന്ന ആളുകളായിരുന്നു. ഓരോ ആളുകളുടെയും ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷത്തിൻ്റെ ഒരു എലമെൻ്റാണ് നമ്മൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഈ സ്ക്രീനിൽ കാണുന്നതിനോടുള്ള അഭിനിവേശം എന്ന് പറയുന്നത്, ഇപ്പോൾ K-pop സീരീസുകളൊക്കെ ഹിറ്റായതിനു ശേഷം ഒരുപാട് പെൺകുട്ടികൾ പറയുന്നത് കേട്ടിട്ടുണ്ട്, കല്യാണം കഴിക്കുകയാണെങ്കിൽ കൊറിയയിൽ നിന്നുള്ള ഒരാളെ കല്യാണം കഴിക്കണം, അല്ലെങ്കിൽ ബോയ് ഫ്രണ്ട് ആയിട്ട് കിട്ടണം. കാരണം ഈ വെബ് സീരീസിലൊക്കെ കാണുന്ന കൊറിയൻ ബോയ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, ഭയങ്കര കെയറിങ് ആയിട്ടുള്ള, കാരണം മുള്ളിൽ ചവിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ മുള്ളിൻ്റെയും കാലിൻ്റെ ഇടയിൽ കൈ കൊണ്ട് വെക്കുന്ന അത്രയും കെയറിങ് ടൈമാരായിട്ടൊക്കെയാണ് അവിടെ പോർട്രേ ചെയ്യപ്പെടുന്നത്. പക്ഷേ ആളുകൾ ചിന്തിക്കാത്തൊരു കാര്യം, പ്രത്യേകിച്ച് ഈ കൊറിയൻ നായകന്മാരെ ഇഷ്ടപ്പെടുന്ന പെൺകുട്ടികൾ ചെക്ക് ചെയ്ത് നോക്കാത്തൊരു കാര്യം, ഈ കൊറിയയിലെ ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് അത് ഏത് അവസ്ഥയിലാണുള്ളതെന്നുള്ളത് അവർ ചെക്ക് ചെയ്യുന്നില്ല. ഏറ്റവും അധികം ജെൻഡർ ഇന്നിക്വാലിറ്റി നിലനിൽക്കുന്ന, ജോലിയുടെ കാര്യത്തിലായാലും ജെൻഡർ റോൾസിൻ്റെ കാര്യത്തിലായാലും ഒരുപാട് ഇന്നിക്വാലിറ്റീസ് നിലനിൽക്കുന്ന പോരാട്ടങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണ് കൊറിയ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു നാട്ടിൽ നിന്ന് നമ്മൾ സ്ക്രീനിൽ കാണുന്ന, അങ്ങനെ ഒരു നാട്ടിൽ അവരിങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞ് അവരുടെ സീരീസിലും സിനിമയിലും പോർട്രേ ചെയ്യുന്നതിനെയാണ് നിങ്ങൾ ഈ ഇഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിനും അപ്പുറത്ത് ഒരു റിയാലിറ്റി ഉണ്ട്. ആ റിയാലിറ്റി നമ്മൾ ചിന്തിക്കില്ല. അതേപോലെ തന്നെ വിദേശികളെ വിവാഹം കഴിച്ചതിന് ശേഷം സന്തോഷമായി ജീവിക്കുന്ന ആൾക്കാർ അവരുടെ ലൈഫിൻ്റെ ഒരു സ്നിപ്പറ്റ് അവർ പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അത് കണ്ടിട്ട് അത് വളരെ ഈസിയാണ്, ഹാപ്പി ആയിട്ടിരിക്കാൻ അടിപൊളിയാണ് എന്ന് വിചാരിച്ച് അങ്ങോട്ട് ഓടിക്കയറാൻ നോക്കുമ്പോൾ നമ്മൾ ഇപ്പുറത്തെ സൈഡിൽ മനസ്സിലാക്കേണ്ട, അംഗീകരിക്കേണ്ട ഒരു റിയാലിറ്റി ഉണ്ട്. ഇപ്പോൾ ഷാനോട് ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്, 40 വയസ്സായിട്ടും എനിക്ക് പെണ്ണ് കിട്ടിയിട്ടില്ല, ചൈനയിൽ നിന്ന് പെണ്ണ് കിട്ടുമോ എന്നുള്ള രീതിയിൽ ചോദിക്കുമ്പോൾ, അല്ലെങ്കിൽ അവിടുത്തെ പെൺകുട്ടികളെ കല്യാണം കഴിക്കാനുള്ള മാർഗ്ഗം എന്താണ് എന്നൊക്കെ ചോദിക്കുമ്പോൾ ഈ ചോദിക്കുന്നവരുടെ ആറ്റിറ്റ്യൂഡ് എന്താണെന്നറിയോ? ഞാനിവിടെ ഇരിക്കുകയാണ്, ഞാൻ മറ്റേ ആഢ്യത്വം തുളുമ്പുന്ന ഒരു കസേരയൊക്കെ ഇട്ട് കേരളത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ്, പെണ്ണിങ്ങോട്ട് വരട്ടെ, അവളെ കല്യാണം കഴിച്ചുകൊണ്ട് വന്നിട്ട് അവൾ ഈ നാട്ടിലെ രീതികളൊക്കെ പഠിക്കണം, ഈ ഭാഷ പഠിക്കണം, എന്നെ സെർവ് ചെയ്യണം, എൻ്റെ കുടുംബത്തിൽ ഇങ്ങനെ ഇരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരിയായിട്ട് മാറണം, ഈ പറയുന്ന ചിന്താഗതിയായിട്ടാണ് ഇരിക്കുന്നത്. കല്യാണം കഴിച്ച് കൊണ്ടുവരികയല്ല, അവിടുന്ന് നേടിയെടുത്തുകൊണ്ട് വരികയല്ല, അവിടുന്ന് പിടിച്ചുകൊണ്ട് വരികയല്ല. അവരവിടുന്ന് ഇവിടെ വന്ന് ഇവിടെ അഡാപ്റ്റ് ആവണം എന്ന് നിർബന്ധവുമില്ല. ഇപ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു പരിപാടി എന്താണെന്ന് വെച്ചാൽ, വിദേശ വനിത കേരളത്തിലുള്ളൊരു പയ്യനെ കല്യാണം കഴിക്കുന്നുണ്ടെങ്കിൽ ആ കല്യാണ വീഡിയോ വൈറലാകുമ്പോൾ ആ പെൺകുട്ടി സെറ്റ് സാരിയൊക്കെ കൊടുത്തിട്ട് മറ്റേ മുല്ലപ്പൂവൊക്കെ ചൂടി കേരളീയ സ്റ്റൈലിൽ നിൽക്കുന്നതായിരിക്കും. അങ്ങനെയുള്ള സാധനങ്ങൾ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഇവിടെ കൂടുതലാണ്. പക്ഷേ എല്ലായ്പ്പോഴും അങ്ങനെ സംഭവിക്കണമെന്നില്ല. ചിലപ്പോൾ ആ വിവാഹം കഴിക്കുന്ന ആൾക്ക് എനിക്ക് എൻ്റെ കൾച്ചറിൽ തന്നെ തുടരാനാണ് താല്പര്യം, വിവാഹമാണെങ്കിലും എനിക്ക് അങ്ങനെ ചെയ്യാൻ താല്പര്യമില്ല, അത് ചിലപ്പോൾ അവർ വിവാഹം കഴിക്കുന്ന ഈ മലയാളിയായിട്ടുള്ള യുവാവും ഹാപ്പി ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമായിരിക്കും. പക്ഷേ ആ അക്സെപ്റ്റൻസ് ഉണ്ടാവണമെങ്കിൽ മറ്റേ ആളുടെ ഇൻഡിവിജ്വാലിറ്റിയെ റെസ്പെക്റ്റ് ചെയ്യാൻ പറ്റണം. ആ കൾച്ചറൽ ഡിഫറൻസ് ഉണ്ടെന്ന് പറയുന്ന റിയാലിറ്റിയെ മനസ്സിലാക്കി ഉൾക്കൊണ്ട് അതിനനുസരിച്ച് തന്നെ ഫോം ചെയ്യാൻ പറ്റണം. അത് പറ്റാത്തവരാണ് അവിടെ പോയാൽ പെണ്ണ് കിട്ടുമോ, അവിടുന്ന് കല്യാണം കഴിക്കാൻ പറ്റുമോ, അവിടെ കല്യാണം കഴിക്കാൻ പറ്റുന്ന കുട്ടികളുണ്ടോ? ഇത് നമ്മുടെ നാട്ടിലെ പഴയ കുറച്ച് പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യമാണ്. നിങ്ങളുടെ നാട്ടിൽ പെണ്ണ് വല്ലതും കൊടുക്കാനുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട്ടിലൊരു ചെക്കനുണ്ട് എന്ന് പറയുന്ന പോലെ അവിടെ എന്തോ കൊടുക്കാൻ വെച്ചേക്കുന്ന ഒരു സാധനമാണ്. ഈ ചൈനയിലും നേപ്പാളിലും ഒക്കെയുള്ള പെൺകുട്ടികൾ വരനെ കിട്ടാതെ കഷ്ടപ്പെട്ടിരിക്കുകയൊന്നുമല്ല, അവരവരുടെ ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ജോലിക്കോ വിദ്യാഭ്യാസത്തിനോ ചെന്ന് ആ നാടിനെ അറിഞ്ഞ് അവിടുത്തെ കൾച്ചർ മനസ്സിലാക്കിയിട്ടുള്ള ഒരാൾ ഗ്രാജുവലി ഒരാളെ കാണുന്നു, ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടപ്പെട്ടത് മലയാളി ആയിട്ടുള്ള ഒരാൾ എന്നുള്ളതിൽ നിന്ന് മാറിയിട്ട് ചൈനയിലോ നേപ്പാളിലോ ജനിച്ചു വളർന്നിട്ടുള്ള ഒരാളായി. അവർ തമ്മിൽ മനസ്സിലാക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഡിഫറൻസുകളെ ഉൾക്കൊള്ളുന്നു, നമുക്ക് ഒരുമിച്ച് ജീവിച്ചാലോ എന്ന് ചിന്തിക്കുന്നു, ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസിനെ മറികടക്കുന്നു, അവർ കോമൺ ആയിട്ടുള്ളൊരു പോയിന്റിലേക്ക് എത്തുന്നു, ഹാപ്പി ആയിട്ട് ജീവിക്കുന്നു. പക്ഷേ നമ്മൾ ഈ ഹാപ്പി ഫേസേ കണ്ടിട്ടുള്ളൂ. അതിന് മുമ്പ് ഒരു പക്ഷേ സ്ട്രഗ്ലിംഗ് ആയി മാറാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്. നമ്മളെ തന്നെ ഒന്ന് റിഫോം ചെയ്തെടുക്കേണ്ടതായിട്ടുണ്ട്. ഇവരെല്ലാവരും കോമൺ ആയിട്ട് പറയുന്ന ഒരു ഫാക്ടർ കൂടിയുണ്ട്, ഈ സ്വഭാവത്തിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ. അതായത് ക്യാരക്ടർ എങ്ങനെയായിരിക്കും. ഇപ്പോൾ ചൈനയിൽ നിന്ന് വന്ന അടക്കമൊതുക്കമുള്ള പെണ്ണായിരിക്കും എന്ന് പറയുന്ന പോലെയോ, അല്ലെങ്കിൽ നേപ്പാളിലെ ആൾക്കാർ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ കൊറിയക്കാർ ഇങ്ങനെയാണ് എന്ന് പറയുന്ന, അങ്ങനെ നമുക്ക് കോമൺ ആയിട്ട് ഒരു വ്യക്തിയെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റില്ല. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഓരോ മനുഷ്യരും ഡിഫറെൻ്റാണ്, അവരുടെ സ്വഭാവങ്ങൾ ഡിഫറെൻ്റാണ്. ചിലപ്പോൾ ഒരു നാട്ടിൽ നിന്ന് നമ്മൾ പരിചയപ്പെട്ട ആൾ നല്ല ആളായിരിക്കും എന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള എല്ലാവരും നല്ലവരാവണമെന്നില്ല. ഒരാൾ മോശമായിട്ട് നമ്മളോട് പെരുമാറിയെന്ന് വെച്ചാൽ ആ നാട്ടിലുള്ള എല്ലാവരും മോശക്കാരാവണമെന്നില്ല. അത് പേഴ്സൺ ടു പേഴ്സൺ ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മളത് പേഴ്സണലി എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്.
പേഴ്സണലി മനസ്സിലാക്കേണ്ടതാണ്. സോഷ്യൽ മീഡിയയിൽ നമ്മൾ ഹാപ്പി ആയിട്ട് കാണുന്ന ഒരു വിദേശത്തു നിന്നുള്ള വനിതയോ യുവാവിനെയോ വിവാഹം കഴിച്ചിട്ടുള്ള അങ്ങനെ ഒരു കപ്പിളിനെ നമ്മൾ കാണുമ്പോൾ അവർ ഹാപ്പി ആണെന്നുള്ളതിൻ്റെ അർത്ഥം ആ നാട്ടിൽ നിന്നുള്ള ആൺകുട്ടിയോ പെൺകുട്ടിയോ വിവാഹം കഴിച്ചാൽ നമ്മുടെ ജീവിതം സൂപ്പർ ആയിരിക്കും എന്നല്ല. അതും ഇവിടെ ഒരു വലിയ ഫാക്ടറാണ്. ഇത്രയും ഫാക്ടേഴ്സിനെ മനസ്സിലാക്കി ഉൾക്കൊണ്ടിട്ടൊക്കെ വേണം ഇത്തരം ആഗ്രഹ പ്രകടനങ്ങൾ അവരുടെയൊക്കെ വീഡിയോസിൻ്റെ താഴെ കമൻ്റായിട്ട് പോസ്റ്റ് ചെയ്യാൻ. സംഭവത്തിലേ ഉള്ളൂ. അവരൊക്കെ അവരുടെ ലൈഫ് ജീവിക്കാൻ തീരുമാനിച്ചു. ഏത് നാട്ടിലാണെങ്കിലും സർവൈവ് ചെയ്യണമെന്ന് ചിന്തിച്ചു. അങ്ങനെ മുന്നോട്ട് പോയി. അവിടെ വെച്ചൊരു പ്രണയം ഉണ്ടായി, വിവാഹം കഴിച്ചു. രണ്ടുപേരും 2 രാജ്യത്തായിപ്പോയി എന്നൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കി പരസ്പരം മനസ്സിലാക്കുക, റെസ്പെക്റ്റ് ചെയ്യുക, ഉൾക്കൊള്ളുക എന്ന് പറയുന്നത് അതെല്ലാ റിലേഷൻഷിപ്പിലും കോമൺ ആയിട്ട് വേണ്ട ഏറ്റവും ബേസിക് അടിത്തറയാണ്. അത് നിങ്ങൾ വിദേശത്ത് നിന്ന് കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല, നമ്മുടെ നാട്ടിൽ ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുമ്പോഴും അത്യന്താപേക്ഷിതമാണ്. അതിവിടെ കൊടുക്കാതെ ഞാൻ അധികാരത്തിൽ നിൽക്കുന്ന എൻ്റെ കുടുംബ ജീവിതം എന്ന് പറയുന്ന ഒരു പ്രോസസ്സിലേക്ക് പുറത്തുനിന്നൊരു പെൺകുട്ടി വരും എന്നൊക്കെയുള്ള രീതിയിൽ ചിന്തിക്കുന്നതിന് പകരം നമ്മുടെ കരിയറിനെ കുറിച്ചും ജീവിതത്തെക്കുറിച്ചും ചിന്തിക്കുക, പരിചയപ്പെടുന്നവരോട് നന്നായി സംസാരിക്കുക, മ്യൂച്വൽ റെസ്പെക്റ്റ് ഉണ്ടാവുക. അത് ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും ഒരാളോട് ഇഷ്ടം തോന്നുമ്പോൾ, ഒരു പ്രണയം തോന്നുമ്പോൾ അടുത്തിടപഴകുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ഒന്നിച്ച് ജീവിക്കുന്നതിൽ എന്തൊക്കെ ഡിഫിക്കൽട്ടീസ് ഉണ്ടെന്ന് മനസ്സിലാക്കി അതിൻ്റെ പോസിബിലിറ്റീസ് തിരിച്ചറിഞ്ഞ് ആ മ്യൂച്വൽ റെസ്പെക്റ്റ് ഒരിക്കലും കൈവിടാത്ത രീതിയിൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ നോക്കുക. അപ്പോൾ നമ്മൾ കല്യാണം കഴിച്ചത് ചൈനയിൽ നിന്നായാലും കൊറിയയിൽ നിന്നായാലും റഷ്യയിൽ നിന്നായാലും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയിൽ നിന്നായാലും ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും. സോ ഹാപ്പി ആയിരിക്കട്ടെ എല്ലാവരും. എല്ലാ ജീവിതങ്ങളും സന്തോഷിക്കുന്ന സുന്ദരമായിട്ടുള്ളൊരു ലോകം എന്നെങ്കിലും ഉണ്ടാവട്ടെ എന്ന ആശംസയോടുകൂടി നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. പക്ഷേ വീഡിയോയുടെ തുടക്കത്തിൽ പ്രവാസികൾക്ക് ഏറ്റവും ഉപകാരമാവുന്ന ഒരു ആരോഗ്യ ഇൻഷുറൻസിനെ കുറിച്ച് ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നാട്ടിൽ പാരൻസ് ഉൾപ്പെടുന്ന അവരുടെ കുടുംബം, അവരുടെ ആരോഗ്യം, ഇതൊക്കെ ഓർത്ത് ആവലാതിപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രവാസികൾക്ക് ഇത് ഉപകാരമാവും എന്നുള്ളതുകൊണ്ട് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. നല്ലൊരു ആരോഗ്യ ഇൻഷുറൻസ് ഉടൻ തന്നെ എടുത്തു വെക്കുക. അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തും വെച്ചിട്ടുണ്ട്. ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യവും ഹൈപ്പ് ചെയ്യുന്ന കാര്യവും പരിഗണിക്കുക.